എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ടെക്സ്റ്റ് ഫയറിംഗ് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. ഇതുപോലെ ആനിമേഷൻ, ടെക്സ്റ്റ്, ഫയറിംഗ്, ഡിസൈൻ എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്ത് റേഷ്യോ സെലക്ട് ചെയ്യുക. എന്നിട്ട് മീഡിയയിൽ പോയിട്ട് നമ്മളൊരു ഫയറിംഗ് വീഡിയോ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വീഡിയോ ഇതിലേക്ക് നമ്മൾ എടുത്തിടുക. ഓക്കെ, ഇതിൻ്റെ ഫസ്റ്റിൽ ഒരു ഭാഗം ജസ്റ്റ് കട്ട് ചെയ്ത് ഒഴിവാക്കുക. അത് ഒരു വേസ്റ്റായി കിടക്കുന്ന ഒരു സ്പേസാണ്. അത് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ്. ട്രിം അടിച്ച് കട്ട് ചെയ്ത് ഒഴിവാക്കി. ഓക്കെ, ഇപ്പോൾ അത് ഫയറിങ് ഫസ്റ്റ് തൊട്ട് വരുന്നുണ്ട്. ഇനി അത് നമുക്കിത് സ്ക്രീനിൽ ഫിറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പാൻ ആൻഡ് സൂം ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് കറക്റ്റ് സ്ക്രീനിൽ വലുതാക്കി നമ്മൾ ടെക്സ്റ്റ് എങ്ങനെയാണ് വരുന്നത് അതിൻ്റെ ഒരു സ്പേസിലാക്കിയിട്ട് നമ്മളത് ഫിറ്റ് ചെയ്ത് വെക്കണം. ഓക്കെ, ഞാനിപ്പോൾ ഇത് കറക്റ്റാക്കി ഫിറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ലെയറിൽ പോയിട്ട് മീഡിയ എന്ന ഓപ്ഷൻ എടുത്തിട്ട് അതിൽ ബാക്ക്ഗ്രൗണ്ട് എടുക്കുക. അതിൽ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് നമ്മൾ എടുത്ത് സെലക്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് അത് നമ്മൾ വലിച്ച് കറക്റ്റ് സ്ക്രീനിൻ്റെ വലുപ്പത്തിലാക്കി നമ്മൾ ഫിറ്റ് ചെയ്ത് കറക്റ്റ് വെക്കുക. ഓക്കെ, എന്നിട്ട് അത് ഓക്കെ ആക്കി ഈ വീഡിയോൻ്റെ കറക്റ്റ് കൊണ്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം വീണ്ടും ലെയറിൽ പോയിട്ട് ടെക്സ്റ്റ് എന്താണ് നമുക്ക് വേണ്ടത് ആ ടെക്സ്റ്റ്, ഞാനിപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേരാണ് അവിടെ ചെയ്യുന്നത്. അപ്പം ഞാൻ എൻ്റെ ചാനലിൻ്റെ പേര് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് നമുക്ക് വേണ്ട വലിപ്പത്തിൽ സൈസ് കറക്റ്റാക്കി വെച്ചതിന് ശേഷം നമ്മളതിൻ്റെ ഫോണ്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ കളർ നമ്മൾ ഗ്രീൻ കളറിലാണ് ആക്കേണ്ടത്. ഗ്രീൻ കളറാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഗ്രീൻ കളർ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ആ ടെക്സ്റ്റ് നമ്മൾ കറക്റ്റ് ഇനി നേരത്താക്കിയ ആ സൈസിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഈ സൈഡിൽ കാണുന്ന നാലാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ക്യാപ്ചർ ആൻഡ് സേവ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അത് സേവ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ട് കളറും ടെക്സ്റ്റും ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കുക. എന്നിട്ട് ലെയറിൽ പോയിട്ട് മീഡിയയിൽ പോയിട്ട് നമ്മൾ ആ ക്യാപ്ചർ ചെയ്ത ആ ഫയൽ എടുത്തിട്ട് ഇതിൽ കറക്റ്റ് ഫിറ്റാക്കി വീഡിയോൻ്റെ കറക്റ്റ് ഫിറ്റ് ചെയ്ത് നമ്മൾ വെക്കുക. ഓക്കെ, നമുക്ക് വേണ്ട സൈസ് കറക്റ്റ് ആക്കിയിട്ട് അതിനനുസരിച്ച് ഫിറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, അതിനുശേഷം സൈഡിൽ പോയിട്ട് ക്രോമാ കീ എന്ന ഒരു കീ ഉണ്ട്, അത് എനേബിൾ ചെയ്യുക. ഓക്കെ, എനേബിൾ ചെയ്തതിന് ശേഷം നമ്മളതൊന്ന് കറക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനുണ്ട്. അത് കറക്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇത് കറക്റ്റ് ആയിട്ടില്ല. ഫയറിങ് ബാക്ക്ഗ്രൗണ്ട് കറക്റ്റ് കാണുന്നുണ്ട്. അപ്പോൾ അത് വീഡിയോ ഒന്നും കൂടി അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പം ഏകദേശം അഡ്ജസ്റ്റ് ആയിട്ടുണ്ട്. നോക്കി വെക്കാം. ഓക്കെ, ഇപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് വീഡിയോ കറക്റ്റ് നമ്മുടെ ടെക്സ്റ്റ് മാത്രം ഫയറിങ് പോകുന്നുണ്ട്. ഓക്കെ, ഇപ്പം കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളിതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.